എല്ലാവർക്കും നമസ്കാരം. മലയാളികളുടെ മഹോത്സവമാണ് ഓണം. അങ്ങനെ ഒരു ഓണക്കാലം കൂടി വരവായി. അതോടൊപ്പം തന്നെ വൻതോതിലുള്ള ചതികളും കള്ളത്തരങ്ങളും അരങ്ങേറുകയാണ്. ഞാൻ പ്രധാനമായിട്ടും ഇന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗതാഗത രംഗത്തുള്ള വലിയ അഴിമതിയെ പറ്റിയാണ്. നമുക്കറിയാം, ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് ബാംഗ്ലൂർ ഭാഗത്തു നിന്നാണ്, പിന്നീട് ചെന്നൈ. അതുപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഓണം ആഘോഷിക്കാൻ കേരളത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓണക്കാലം കഴിഞ്ഞാൽ അതുപോലെ അവർ തിരികെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ വലിയ അഴിമതിയാണ് നടക്കുന്നത്. ബാംഗ്ലൂർ സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇപ്പോൾ ഏകദേശം 3 ഇരട്ടി ചാർജ് വർദ്ധിപ്പിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. 1500 2000 രൂപയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന വണ്ടികൾ ഇപ്പോൾ തന്നെ 6000 രൂപ ആക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് എയർലൈൻസ് ബാംഗ്ലൂർ ഭാഗത്തുനിന്ന് ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നതിന്, തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് ഏകദേശം 11,000 രൂപ ആക്കി. ഇതും ഏതാണ്ട് 3 മടങ്ങ് വർധനമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തരമായി ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഇതിലൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയൂ. നമുക്കറിയാം, ബാംഗ്ലൂർ കേരള സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ, ഈ ബസ്സുകളെല്ലാം തന്നെ നിയമവിരുദ്ധമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ടൂറിസ്റ്റ് ബസ് അല്ലെങ്കിൽ അത് കോൺട്രാക്റ്റ് കാര്യമാണ്, സ്റ്റേജ് കാരിയർ അല്ല. ഇപ്പോൾ സ്റ്റേജ് കാരിയർ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊല്ലം പുനലൂർ റോഡിൽ ഒരു വണ്ടി ഓടുന്നു. അപ്പോൾ അത് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും അതിനൊരു പെർമിറ്റ് എടുക്കുന്നു. അതിൻ്റെ പെർമിറ്റ് അങ്ങനെയാണ്. അങ്ങനെ ഒരു പെർമിറ്റ് എടുത്തുകൊണ്ട് മാത്രമേ അതിന് ഓടാൻ കഴിയൂ. അതാണ് സ്റ്റേജ് കാരിയർ എന്ന് പറയുന്നത്. എന്നാൽ ഈ കോൺട്രാക്റ്റ് കാരിയർ, ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം തന്നെ കോൺട്രാക്റ്റ് കാരിയറാണ്. ഈ കോൺട്രാക്റ്റ് കാരിയർ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രിപ്പ് നടത്തുക. ഒരു വിവാഹ ആവശ്യത്തിന് വേണ്ടി ഒരു ട്രിപ്പ്, അത് ഇന്ന ദിവസം ഇത്ര മണിക്ക് ആളുകളെയും കയറ്റി ഒരു മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, അതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, അതിന് ഇത്ര രൂപ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിനോദ സഞ്ചാരത്തിന് പോകണം, അതൊരു കോൺട്രാക്റ്റാണ്. ഏതെങ്കിലും ഒരാൾ ഈ ബസ്സുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും, ഇത്ര ദിവസത്തേക്ക് ഇന്ന ഇന്ന ഭാഗങ്ങളിലേക്ക് പോകണം. അങ്ങനെയുള്ള കോൺട്രാക്റ്റ് കാര്യത്തിന് ഒരു കാരണവശാലും ഇങ്ങനെ റൂട്ടിൽ ഓടി ആളുകളെ കയറ്റാനും ഇറക്കാനും പാടില്ല. മാത്രമല്ല, മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും വലിയ ശിക്ഷകളിലൊന്നാണ് ഈ വകുപ്പിന് ലഭിക്കുന്നത്. മോട്ടോർ വാഹന നിയമം 66-ാം വകുപ്പും അതുപോലെ തന്നെ 192-ാം വകുപ്പും അനുസരിച്ച് ഉള്ള കുറ്റകൃത്യമാണ് ഇവർ ചെയ്യുന്നത്. യൂസിങ് എ വെഹിക്കിൾ വിത്തൗട്ട് പെർമിറ്റ്. പല ഉദ്യോഗസ്ഥന്മാരും കരുതുന്നത് ഇത് വയലേഷൻ ഓഫ് പെർമിറ്റ് ആണെന്നാണ്. ഈ വയലേഷൻ ഓഫ് പെർമിറ്റ് കുറച്ചുകൂടെ തുച്ഛമായ ഫൈൻ മാത്രമേ ഉള്ളൂ. ഈ യൂസിങ് എ വെഹിക്കിൾ വിത്തൗട്ട് പെർമിറ്റിന് കാരണം മോട്ടോർ വാഹന നിയമത്തിൽ തന്നെ ജയിൽ ശിക്ഷ പറയുന്ന 1-2 കുറച്ച് വകുപ്പുകളിൽ മാത്രമാണ്. ഈ നിയമം അനുസരിച്ച് ഒരു കേസെടുത്താൽ, ഒരു വാഹനത്തിനെതിരെ കേസെടുത്താൽ 6 മാസം വരെ തടവും 10,000 രൂപ വരെ ശിക്ഷയും പിഴയും കൊടുക്കാൻ കഴിയും. അപ്പോൾ പെർമിറ്റ് വയലേഷൻ ഇട്ടാൽ ഇത്രത്തോളം കടുത്ത ശിക്ഷയല്ല. ഇപ്പോൾ വയലേഷൻ ഓഫ് പെർമിറ്റ് എന്ന് പറയുമ്പം, ഇപ്പോൾ കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ഓടുന്ന ഒരു ബസ്, അത് എല്ലാ ദിവസവും കഴക്കൂട്ടത്ത് വരെ പോയിട്ട് തിരിച്ചു വരിക, അപ്പോൾ അത് പെർമിറ്റ് വയലേഷനാണ്. അല്ലെങ്കിൽ ആ ബസ് തിരുവനന്തപുരം വരെ പോയതിന് ശേഷം ഒന്ന് കോവളം വരെ പോകാം എന്ന് കരുതുകയാണ്, അതും വയലേഷൻ ഓഫ് പെർമിറ്റാണ്. അതല്ലെന്നുണ്ടെങ്കിൽ 55 പേരെ കയറ്റേണ്ട വണ്ടി അത് 70 പേരെ കയറ്റുക, അതും ഒരു വയലേഷൻ ഓഫ് പെർമിറ്റാണ്. എന്നാൽ ഈ ടൂറിസ്റ്റ് ബസ്സുകൾ, കോൺട്രാക്റ്റ് കാരേജുകൾ റൂട്ടിൽ ആളിനെ കയറ്റി ഇറക്കി പോകുന്നത് യൂസിങ് എ വെഹിക്കിൾ വിത്തൗട്ട് പെർമിറ്റാണ്. അപ്പോൾ ഈ വകുപ്പ് അനുസരിച്ച് ഒരു കേസ് എടുത്താൽ ഈ വാഹനം വിട്ടുകൊടുക്കാൻ പോലും അവർക്ക് അധികാരമില്ല. ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ഇത്രമാത്രം വലിയ ശിക്ഷയാണ് ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ബസ്സുകളാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്.
ഒരു കോടതിയുടെ ഒരു ചെറിയ ഡയറക്ഷൻ ഏതോ ബസ്സിൻ്റെ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കെയർ ഓഫിലാണ് ഈ വാഹനങ്ങളെല്ലാം ഇപ്പോൾ ഓടുന്നത്. അതും അതിൻ്റെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അത് ശരിയായ രീതിയിൽ ആ റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു വിധി വരത്തുമില്ല. അത് വളരെ നിസ്സാരമായിട്ട് മറികടക്കാവുന്നേ ഉള്ളൂ. ഈ വാഹനങ്ങൾ പിടിച്ച് ഒരു ബാംഗ്ലൂർ സർവീസ് നടത്തുന്ന ഒരു ഹൈടെക് വണ്ടി, അതിനന്ന് 2-3 പേരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ മതി. ഞാൻ ഇതുപോലെ കൊല്ലത്തു നിന്നാക്കായിരുന്നത് ഇത്ര രൂപ കൊടുക്കും, അല്ലെങ്കിൽ വേറെ ആൾ പറയും ഞാൻ ആലപ്പുഴയിൽ നിന്നാക്കായിരുന്നത് അതിന് ഞാൻ ഇത്ര രൂപ കൊടുക്കും. ഇത്രമാത്രം മതി. അപ്പോൾ ഇത്രമാത്രം വലിയ ശിക്ഷയാണ്. അപ്പോൾ ഗവൺമെൻറ് വിചാരിച്ചാൽ ഇതിന് കർശനമായ നിയന്ത്രണങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം കൊടുത്താൽ തീർച്ചയായിട്ടും ഈ അന്യായ വർധനവ്, ഈ ഓണക്കാലത്തെ ഈ ചൂഷണം അത് അവസാനിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് എയർലൈൻസ്, ഗൾഫ് സെക്ടറിൽ നിന്ന് വരുന്ന വിമാനങ്ങളും വൻതോതിൽ ചാർജ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് കാര്യമായി ഇടപെട്ടാൽ ഈ വലിയ അഴിമതി ഒഴിവാക്കാനെ കൊണ്ട് കഴിയും. അങ്ങനെ നമ്മുടെ മലയാളികൾക്ക് കേരളത്തിലേക്ക് വരുവാനും അതുപോലെ തന്നെ ഓണം ആഘോഷിക്കുവാനും തിരികെ പോകാനും ഉള്ള ഒരു വലിയ സൗകര്യം, വലിയ ചൂഷണത്തിന് വിധേയമാകാതെ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഗവൺമെൻറ് അടിയന്തര നടപടികളെടുക്കും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു.